തേൻകദളി വാഴക്കുല വടക്കേടത്ത് വേലായുധൻ നായരും തെക്കേടത്ത് നാരായണൻ നായരും അയൽക്കാരും ചിരകാല സുഹൃത്തുക്കളുമായിരുന്നു. വേലായുധൻ നായർ സുബ്രഹ്മണ്യ ഭക്തനും നാരായണൻ നായർ ഗുരുവായൂർ ഭക്തനുമാണ്. രണ്ടു കൂട്ടരും തങ്ങളുടെ പ്രത്യക്ഷമൂർത്തികളും വിശ്വാസമർപ്പിച്ച് കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് രണ്ടുപേർക്കും പരസ്പരം ഒന്ന് പരീക്ഷിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത്. ഇരുകൂട്ടർക്കും അതൊന്നും ബോധ്യപ്പെട്ടു കണ്ടാൽ കൊള്ളാമെന്ന് വാശി കയറി. തങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ വൈഭവങ്ങളെയും മഹാവിശേഷങ്ങളെയും ചൊല്ലി ഇരുകൂട്ടരും വിതർക്കങ്ങൾ നടത്തുക എന്നത് ഒരു രസമായി വളർന്നു വന്നു. സഭ്യതകളുടെ സീമകളെ അതിലംഘിക്കാതിരിക്കാൻ ഇരുകൂട്ടുകാരെ ശ്രമിച്ചു നോക്കിയെങ്കിലും ഓരോരുത്തരിലും താനെന്ന ഭാവം തല ഉയർത്തി നിൽക്കാൻ തുടങ്ങി. ഇരുകൂട്ടരും പരസ്പരം ഓരോ ദൈവത്തിൻ്റെയും ഊറ്റം വർണ്ണിക്കുന്നതിനിടയിൽ അപരൻ വച്ചു പൂജിക്കുന്ന ദൈവങ്ങളുടെ ദൗർലഭ്യങ്ങളെ എടുത്തുപൊക്കി കാണിക്കാൻ തുടങ്ങി. ഏറിയ കൂറും ഇരുവരുടെയും വാക്സാമർത്ഥ്യത്തിൽപ്പെട്ട് ദൈവങ്ങൾക്ക് വീർപ്പുമുട്ടേണ്ടി വന്നു. വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ വൈകിയ വേളയിലാണെങ്കിലും ഇരുകൂട്ടരും പരസ്പരം സ്വീകാര്യമായ ഒരു ഒത്തുതീർപ്പിലെത്തി. ഇരുകൂട്ടർക്കും അവകാശപ്പെട്ട ഒരു അതിർത്തി സ്ഥലത്ത് ഒരു തേൻ കദളി വാഴ വയ്ക്കാൻ തീരുമാനിച്ചു. കദളി വാഴത്തൈനെ ഇരുകൂട്ടരും വേണ്ടവണ്ണം ശുശ്രൂഷിച്ചു ലാളിച്ചു തന്നെ വളർത്തണമെന്നും വാഴ കുലയ്ക്കാറാവുമ്പോൾ അതിൻ്റെ കുല വടക്കോട്ടാണ് ചായുന്നതെങ്കിൽ കദളി വാഴക്കുല പഴണ്ടിയാണ്ടവന് എത്തിച്ചു കൊടുക്കാനും അല്ല മറിച്ചു നേരെ തെക്കോട്ടാണ് ചായുന്നതെങ്കിൽ ഗുരുവായൂരപ്പന് കൊടുക്കാനും പ്രാർത്ഥിച്ച് തീർപ്പെടുത്തു. ഇത് കടലാസിലെഴുതി കരാറൊന്നുമായിരുന്നില്ല. ഉത്തമ വിശ്വാസികളായ സുഹൃത്തുക്കളായതുകൊണ്ട് പരസ്പരം ഇരുകൂട്ടരും ഒന്നും എഴുതി വാങ്ങിയില്ല. കദളിവാഴ കന്ന് തേടിപ്പിടിച്ച് രണ്ടുപേരും കൂടി ഇരു തലയും പിടിച്ച് നല്ലൊരു മുഹൂർത്തം നോക്കി വേണ്ട വിധത്തിലുള്ള രക്ഷാ നടപടികളോടെ കുഴിച്ചിട്ടു. തേൻകദളിയും പൊൻകദളിയും കൂടിച്ചേർന്ന ഒരു തരം സങ്കരവർഗം കദളി വാഴക്കിഴങ്ങായിരുന്നു അത്. 3 മാസം കൊണ്ട് മുഴുത്ത് കൂമ്പും ഇലകളും വിരിഞ്ഞ് വാഴത്തൈ നല്ലവണ്ണം കൊഴുത്തു വളർന്നു. ഇരുകൂട്ടരും ആ വാഴയെ ഭക്ത്യാദരപൂർവ്വം തൊഴുത് വന്ദിച്ചാണ് വളം ചെയ്തുകൊണ്ടിരുന്നത്. കൂമ്പുകൾ വിരിഞ്ഞു. കുലക്കൂമ്പുകൾ വരാൻ ഇനി അധിക താമസമില്ല. കുലക്കൂമ്പ് പ്രത്യക്ഷമാകാൻ തുടങ്ങിയതോടെ വേലായുധൻ നായരുടെയും നാരായണൻ നായരുടെയും മനസ്സിൽ ആശങ്കകൾ വളരാൻ തുടങ്ങി. കദളി വാഴക്കുല ഏതു ഭാഗത്തേക്കായിരിക്കും ചായുന്നത്? തെക്കോട്ടാണോ വടക്കോട്ടാണോ? ഒരു വാഴയുടെ വടക്കും തെക്കേ ഭാഗവും എങ്ങനെയാണ് നിർണ്ണയിക്കുക? അതെങ്ങാനും തെക്കോട്ടോ വലത്തോട്ടോ ചാഞ്ഞാലോ? ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ വിശദീകരിക്കാത്ത ഒട്ടേറെ സംശയങ്ങൾ ഇരുകൂട്ടർക്കും പൊന്തി വന്നു. തെക്കുഭാഗം ഇടതും വടക്കുഭാഗം വലതുമായി എടുത്താൽ എങ്ങനെയിരിക്കും? പരിഹാരം കണ്ടെത്തുവാനായി ഇരുകൂട്ടരും തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. ഒരു നാൾ വാഴ കുലച്ചു എന്ന് വെച്ച കുലക്കൂമ്പ് മേൽപോട്ടുയർന്നു പോയിരിക്കുന്നു. അല്ലി വിടരാൻ അധികം താമസമില്ല. കുലക്കൂമ്പിൽ നിന്ന് കുടപ്പൻ പുറത്തേക്ക് വന്നു. കുല ഞാളുന്ന ദിവസമാണ് ഇനി ഏറ്റവും വലിയ പരീക്ഷണം നടക്കാൻ പോകുന്നത്. തികച്ചും ഉത്കണ്ഠാഭരിത. അന്ന് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ വയ്യ. വാഴയുടെ ഉള്ളുകള്ളികൾ ദൈവത്തിന് മാത്രമേ അറിയൂ. ഉള്ളിലുള്ള വികാര വിക്ഷോഭങ്ങൾ അടക്കാൻ കഴിയില്ലാതെ വന്നപ്പോൾ ഇരുകൂട്ടരും തങ്ങളുടെ ബലഹീനത വാക്കുകളിലൂടെ സ്പഷ്ടമാക്കി. പഴനിയാണ്ടവൻ ശ്രീ മുരുകൻ കഴിവുള്ളവനാണെങ്കിൽ ഈ കദളി വാഴക്കുല വടക്കോട്ട് തന്നെ ചായും, തികച്ചും ഇടതുപക്ഷത്തേക്ക്. വേലായുധൻ നായർ വാഴച്ചുവട്ടിൽ നിന്നുകൊണ്ട് കുലക്കൂമ്പിലേക്ക് നോക്കി. നാരായണൻ നായർ കേൾക്കത്തക്കവണ്ണം സ്വഗതമായി പറഞ്ഞു, അത് മനസ്സിലിരിക്കട്ടെ വേലായുധൻ നായരെ, ഈ കുല തെക്കോട്ടാണ് ചായുക. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വാഴയുടെ നെല്ല് അങ്ങനെ തന്നെയാണ്. നാരായണൻ നായരും വിട്ടുകൊടുത്തില്ല. മുരുകൻ വിചാരിച്ചാൽ ഈ വാഴ കടയോടെ തന്നെ പഴനി മലയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ കൃഷ്ണൻ വിചാരിച്ചാൽ ഈ വാഴ ഇവിടെ നിന്ന് നേരെ ആകാശത്തേക്ക് തന്നെ ഉയർത്താൻ കഴിയും. നിങ്ങളുടെ ആ ഗുരുവായൂരപ്പൻ ആളൊരു മന്ത്രവാദിയാണെന്ന് തോന്നുന്നുണ്ടോ? മന്ത്രവാദി മാത്രമല്ല, തന്ത്രവാദി കൂടിയാണ്. മുരുകനെ പോലെ വെറും കോണകവും ശൂലുമായി നടക്കുന്ന കേവലം ഒരു ഉരുതണ്ടിയല്ല എൻ്റെ കൃഷ്ണൻ. എൻ്റെ മുരുകൻ കൗബീന വസ്ത്രധാരിയായിരിക്കാം, പക്ഷേ
വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്ന കൊള്ളാവുന്ന ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളുടെ അടിവസ്ത്രം എടുത്തുകൊണ്ടോടി ശീലക്കേടുകൾ കാട്ടുന്നവനല്ല. സ്വന്തം ഏട്ടനെ പെണ്ണു പിടിക്കുന്നതിന് നിമിത്തമായി നിർത്തി കാട്ടുകുറുത്തിവള്ളിയെ തിരുമണം ചെയ്തവൻ നിങ്ങളുടെ മുരുകൻ തന്നെയല്ലേ? വല്ലവൻ്റെയും വെണ്ണയും പാലും ഗൃഹനാഥന്മാർ ഇല്ലാത്ത നേരത്ത് കയറിച്ചെന്ന് കട്ടുപൂജിച്ച് പെണ്ണുങ്ങളുടെ പുറകെ ഓടക്കുഴലും വിളിച്ചുകൊണ്ട് നടക്കുന്ന ഏബ്യനല്ല എൻ്റെ മുരുകൻ, നല്ല തറവാടിയാണ്. ഏതാണ്ട് നിങ്ങളെപ്പോലെ തന്നെ, നാരായണൻ നായർ പരിഹസിച്ചു. പരസ്പര സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഇടയിൽ വീരവാദങ്ങളും വെല്ലുവിളികളും ഉയർന്നു. ഇരുകൂട്ടരുടെയും പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെട്ടു. കുലച്ചു വീഴാൻ കാത്തു നിൽക്കുന്ന വാഴക്കുലയെ ചൊല്ലിയുള്ള വാക് മത്സരങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ തന്നെ കടന്നുപോയി. കുലക്കൂമ്പ് നേരെ മുകളിലോട്ട് ഉയർന്നു പൊങ്ങി. കുടപ്പൻ കുത്തനെയാണ് നിൽക്കുന്നത്. നല്ല ഒന്നാന്തരം കദളി വാഴക്കുല, നല്ല തുടമുള്ള കൈ. പക്ഷെ പറഞ്ഞിട്ടെന്ത് ഫലം? വാഴക്കുലയുടെ ഗതി മേൽപോട്ടാണ്. അത് തെക്കോട്ടും വടക്കോട്ടും ചായാൻ ഭാവമില്ലാതെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ നേരെ കുത്തനെയാണ് പോയിരിക്കുന്നത്. ഏതാണ്ട് നേർരേഖ വരച്ച പോലെ. വാഴയിൽ നിന്ന് കനത്ത കുല പടലകളായി വിരിഞ്ഞു നിൽക്കുന്നത് അകലെയുള്ളവർക്ക് പോലും കാണത്തക്ക വിധത്തിലാണ് കുലച്ചു നിൽക്കുന്നത്. ഇരുകൂട്ടരും അതിശയിച്ചുപോയി. ഇതെന്ത് കഥ? സവിശേഷമായി ഈ കദളി വാഴക്കുല കാണുന്നതിന് ദിനം പ്രതി എന്നോണം ആളുകൾ വന്നു തുടങ്ങി. പ്രകൃതിയുടെ ഈ വികൃതി കണ്ടുവന്നവർ മൂക്കത്ത് വിരൽ വെച്ച് അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ട് നിന്നു. വാഴക്കുല നല്ലവണ്ണം മൂപ്പെത്തി. കായയുടെ എണ്ണം നോക്കാൻ തുടങ്ങി. 150 എണ്ണത്തിൽ കുറവില്ല. ഏതാണ്ട് കായയുടെ പുഷ്ടിയും കുടപ്പൻ്റെ നിൽപ്പും വെച്ച് തന്നെ കണ്ടാലറിയാം അത് നല്ലൊരു കാഴ്ചക്കുലയാണ്. പക്ഷേ ഈ കാഴ്ചക്കുല ആർക്ക് ലഭിക്കും? അതാണ് അലട്ടുന്ന പ്രശ്നം. വേഗത്തിലൊരു തീർപ്പെടുപ്പണം. വാഴക്കൈയിൽ തത്തയും മറ്റു പലതരം മൈനകളും വന്ന് ചേക്കേറാൻ തുടങ്ങിയിട്ടുണ്ട്. കായ മൂത്ത് പഴുക്കാറായാൽ തത്ത ഒരെണ്ണം അവയെ ശേഷിപ്പിക്കില്ല. താപ്പും തഞ്ചവും നോക്കി തത്തകൾ വാഴയ്ക്ക് ചുറ്റും റോന്തു ചുറ്റാൻ തുടങ്ങിയതോടെ കഴിയുന്ന വേഗത്തിൽ ഒരു തീർപ്പെടുക്കാൻ ഇരുകൂട്ടരും നിർബന്ധിതരായി. വാഴക്കുല മൂത്ത് പഴുക്കാൻ തുടങ്ങിയപ്പോൾ വേലായുധൻ നായരും നാരായണൻ നായരും കൂടി വീണ്ടും ഒരു ഒത്തുതീർപ്പിലെത്തി. വിദഗ്ധനായ ഒരു ജ്യോതിഷിനെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുക. അതിൽ കണ്ടതുപോലെ ജ്യോതിഷി പറയുന്നത് പോലെ ഉഭയസമ്മതത്തോടെ പ്രവർത്തിക്കുക. നിഷ്പക്ഷനും സത്യസന്ധനുമായ ഒരു ജ്യോതിഷിയെ അവർ ഈ കാര്യത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ജ്യോതിഷി പ്രശ്നം വെച്ചു, പരിഹാരം വിധിച്ചു. വാഴക്കുല ഗുരുവായൂരപ്പൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. കാരണം ഗുരുവായൂരപ്പൻ വലിയ കദളിപ്പഴക്കുതിയനാണ്. ഭഗവാന്റെ പ്രാതൽ തന്നെ വെണ്ണയും നല്ല പാകം ചെന്ന കദളിപ്പഴവുമാണ്. ചിലപ്പോൾ മലരും പഴവുമായിരിക്കും. ശുദ്ധ സാത്വിക ഭക്ഷണമാണ് ഭഗവാന്റെ. അധികം കനികൾ, പലതരം കനികൾ തിന്ന് സ്വാദനുഭവിച്ചിട്ടുള്ള വായിയാണിത്. ഏതായാലും ഈ വാഴക്കുലയുടെ ഗതി, വിശേഷിച്ചും കുടുപ്പൻ വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഗതി ഇടത്തോട്ടും വലത്തോട്ടും അല്ലാത്തതുകൊണ്ട്, തെക്ക് വടക്കും നിർണ്ണയിക്കാൻ മറ്റു ഉപാധികൾ ഇല്ലാത്തതുകൊണ്ടും, ദൈവങ്ങളുടെ ശക്തി മനുഷ്യർക്ക് അന്വേനും പരീക്ഷിക്കാൻ ഇടവരുത് എന്നൊരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും വാഴക്കുല മേൽപോട്ട് തിരിഞ്ഞ് കുല മേലോട്ട് ഉയർന്നു നിൽക്കുമായിരുന്നില്ല. എല്ലാ ദൈവങ്ങൾക്കും, എന്തിനേറെ പറയുന്നു മനുഷ്യന് പോലും അവരുടേതായ അനുഗ്രഹ ശക്തികളുണ്ട്. ദൈവത്തെ ചൊല്ലി മനുഷ്യർ തർക്കിക്കുന്നതിനും കലഹിക്കുന്നതിനും ഒരതിർത്തിയുണ്ട്. ആ അതിർത്തി വരമ്പിൽ നിന്ന് സംസാരിക്കുന്ന നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണ് തുറപ്പിക്കുന്നതിനാണ് ഈ കദളിക്കുല സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഓരോ ദൈവങ്ങളും ഭിന്നങ്ങളാണെന്ന് വിചാരിക്കുന്നതേ തെറ്റാണ്. ലോകത്തിന് ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ, ഏകദൈവം നിരവധി ജാതിക്കാർക്കും മതങ്ങൾക്കും വേണ്ടി ഭിന്നമാണെന്ന് വാദിക്കാമെങ്കിലും എല്ലാം ആത്യന്തികമായി ഒന്നാണ്. എന്നാൽ മനുഷ്യർ അത് പ്രാദേശിക ദൈവങ്ങളുടെ തണലിൽ തങ്ങളുടെ നിലനിൽപ്പിനായി പല പ്രമാണങ്ങളും ചമച്ചു വച്ചിരിക്കുന്നു. ഗുരുവും വായുവും വിവേകവും ജീവനും എവിടെയൊക്കെ സമ്മതിക്കുന്നുവോ അവിടെയൊക്കെ ഗുരുവായൂരപ്പൻ എന്ന അദൃശ്യ ശക്തിയുടെ കളിവിളയാട്ടം കാണാം.
ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്തെ ദൈവമല്ല, പ്രത്യേക ജാതിയുടെയോ മതത്തിൻ്റെയോ ദൈവമല്ല. ജ്യോതിഷി പ്രശ്നം ചാർത്തലിൻ്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നതിന് മുമ്പായി ഇരുകൂട്ടരെയും ഉപദേശിച്ചു. ഒടുവിൽ പ്രശ്നം തീർപ്പ് വായിച്ചു കേൾപ്പിച്ചു. ഗുരുവായൂർക്ക് കദളിക്കുല കൊണ്ടുപോകുന്നത് ഇരുകൂട്ടരും കൂടി ആയിരിക്കണം. ആർക്കും അമിതാവേശമോ നിരാശയോ ഉണ്ടാകരുത്. ഇരുകൂട്ടരും സന്തുഷ്ടരായി കൊണ്ടുവേണം കദളിക്കുല നടക്കിൽ വെക്കുന്നത്. ഓരോ തലയും ഇരുകൂട്ടരും കൂടി പിടിക്കണം. ഒരാളും ഒരിഞ്ചും ഒരു തീർപ്പിൽ നിന്ന് പുറകോട്ട് പോകരുത്. അതേസമയം ഒരു കുല പാളംകുടം പഴം വാങ്ങി പഴനി അടിവാരത്തിലുള്ള മൊട്ടയടിച്ചിരിക്കുന്ന അനാഥ കുട്ടികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യണം. പഞ്ചാമൃതം ഉണ്ടാക്കുമ്പോൾ കദളിപ്പഴം വാങ്ങി അതിൽ ചേർക്കാനും മറക്കരുത്. ഇത് നാരായണൻ നായർക്ക് കൊടുത്ത ഉപദേശമാണ്. നാരായണൻ നായർ സന്തോഷത്തോടെ ആ നിർദ്ദേശം സ്വീകരിച്ചു. ഇരുവരും ഭക്തന്മാരായതുകൊണ്ട് കണ്ണുനീർ വാർത്തു. ഗുരുവായൂരപ്പൻ്റെ നടയിൽ വേലായുധൻ നായരും നാരായണൻ നായരും കൂടി കദളി വാഴക്കുല വച്ച് തൊഴുത് കൃതാർത്ഥതയോടെ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇരുകൂട്ടരും അറിയുന്നത് തങ്ങളുടെ ഭാര്യമാർ പഴനി ദർശനത്തിന് പുറപ്പെട്ടു പോയിരിക്കുകയാണെന്ന്. ആണ്ടവൻ്റെ പ്രസാദവുമായി മടങ്ങി വരുന്ന തങ്ങളുടെ പ്രേയസിയെയും പ്രതീക്ഷിച്ച് വേലായുധൻ നായരും നാരായണൻ നായരും സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് പ്രാർത്ഥനാനിരതനായി ഉള്ളിലെ കൽമഷങ്ങളെല്ലാം ദൂരീകരിച്ച് ശുദ്ധ സ്വാത്വികരായി ജീവിക്കാൻ തുടങ്ങി.